Hi dears, അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഒരു 2-3 സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് പറഞ്ഞു അബി ഇപ്പം പ്രിപ്പിൻ്റെ വീഡിയോസ് ഒന്നും കാണിക്കണില്ലല്ലോ, രാത്രിത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്യുമോ, ക്ലീനിങ്ങും അതുപോലെ തന്നെ കിച്ചൺ ക്ലീനൊക്കെ ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിലെ കുറച്ച് അൽക്കുലത്ത് പരിപാടികളൊക്കെയാണ്. കിച്ചൺ ക്ലീനിങ്ങും ഒതുക്കലും പെറുക്കലും പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു ദിവസം ഈസി ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഒരുക്കി വെക്കാം. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പ്രിപ്പും കാര്യങ്ങളൊന്നും ഇപ്പം ഞാൻ ചെയ്യലില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെ വീഡിയോസിൽ കാണാത്തതും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ? ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. അപ്പോൾ ഇന്നിപ്പോൾ രാത്രിത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മളെ ചപ്പാത്തിയും കടല ഫ്രൈന്നോ അല്ലെങ്കിൽ കടല റോസ്റ്റ് എന്നൊക്കെ നമുക്ക് വിളിക്കുക. അതാണ് നമ്മളെ പരിപാടി. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം അങ്ങോട്ട് ഒരുങ്ങിയ സമയത്താണ് എനിക്ക് പെട്ടെന്നൊരു ബോധം വന്നത്, എന്നാൽ പിന്നെ ഇന്ന് രാത്രിത്തെ ഒരു നൈറ്റ് റൂട്ടീൻ വീഡിയോ ചെയ്താലോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, അതിൻ്റെ ഇടയ്ക്ക് ചപ്പാത്തി ചുടുന്നതിൻ്റെ ഇടയ്ക്ക് പോയി ഗിംബലും കൊണ്ട് എടുത്ത് കൊണ്ടുവന്ന് സംഗതികളൊക്കെ സെറ്റപ്പാക്കി ഫോണൊക്കെ റെഡിയാക്കി വെച്ച് അങ്ങോട്ട് ഷൂട്ട് ചെയ്ത് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ ചപ്പാത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ലാസ്റ്റത്തെ ചപ്പാത്തിയാണ് കല്ലിൻ്റെ മുകളിലുള്ളത്. അതും കൂടി കഴിഞ്ഞാൽ നമ്മളെ ചപ്പാത്തിയും കടല ഫ്രൈയും രാത്രിത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ പാടെ തന്നെ ആ പാത്രങ്ങളൊക്കെ സിങ്കിലുള്ളതൊക്കെ അങ്ങോട്ട് കഴുകി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ എന്താ പ്രശ്നം പറ്റുകയെന്ന് വെച്ചാൽ പിന്നെ അത് അവിടെ ഇട്ട് വേറെ എന്തെങ്കിലും വഴിക്കുമ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ വിചാരിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പാത്രം കഴുകാമെന്ന് വിചാരിക്കും. ആ ഒരു മൈൻഡിലേക്ക് എത്തും. ആ ഒരു മൈൻഡിലേക്ക് എത്തിയാൽ എന്താ സംഭവിക്കുക? ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് വേഗം ഒന്ന് പോയി കിടക്കണം, വേഗം അടുക്കളയിൽ നിന്ന് എസ്കേപ്പ് ആവണമെന്ന് വിചാരിക്കും അല്ലേ. അപ്പം പിന്നെ വേറെ നിവർത്തിയില്ല. പിന്നെ നമ്മൾ മനസ്സിലെന്താ വിചാരിക്കുക, എന്നാൽ പിന്നെ അവിടെ നിൽക്കട്ടെ, എന്തായാലും സിങ്കിൽ തന്നെ അവിടെ നിൽക്കട്ടെ, നാളെ രാവിലെ ആകുമ്പോൾ അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിക്കും. അങ്ങനെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ നാളെ രാവിലെ എണീറ്റ് വരുമ്പോൾ ഇതായിരിക്കില്ല നമ്മളെ കണി, സിങ്കിൽ നിറച്ചും പാത്രം. അന്നേരം തന്നെ നമ്മളെല്ലാ മൂടും അങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ അടുക്കളയൊക്കെ നല്ല നീറ്റായിട്ട് കിടക്കണേ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഇല്ലാണ്ട് പെട്ടെന്ന് പരിപാടികൾ രാവിലെ ആകുമ്പോഴത്തേക്ക് അടുക്കളയിൽ ചെയ്ത് തുടങ്ങാൻ പറ്റും. അപ്പോൾ അതിന് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സിങ്ക് ക്ലീൻ ആക്കിയിടുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറയില്ല, ഒരു ക്ലീശയായിട്ട് പറയുന്ന കാര്യമാണ്. ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ബെഡ്റൂം മൊത്തം അലങ്കോലാണെന്നുണ്ടെങ്കിലും ആ ഒരു ബെഡൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വിരിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വൃത്തിയായി കാണുന്ന പോലെയാണെന്ന് പറയില്ലേ, അതേപോലെ തന്നെയാണ് അടുക്കളേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. സിങ്കിലുള്ള പാത്രങ്ങളൊക്കെ വേറെ എന്താ അവിടെ ഇവിടെ വാരി വലിച്ചിട്ടെന്ന് പറഞ്ഞാൽ സിങ്കിലെ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കഴുകി സിങ്ക് അങ്ങോട്ട് കാലിയാക്കി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഇൻസ്റ്റൻ്റ് ആയിട്ട് അടുക്കളക്ക് ഒരു വൃത്തി വന്ന പോലെയാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ രാത്രി കിടക്കുമ്പോൾ നിർബന്ധമായിട്ടും ഇതുപോലെ ഇതൊക്കെ നിങ്ങൾ ചെയ്യണതാണെന്ന് എനിക്കറിയാം, നിങ്ങളൊക്കെ ആരാ മക്കൾ, അത് വേറെ കാര്യം. പക്ഷേ അറിയാത്ത അല്ലെങ്കിൽ ചെയ്യാൻ മടിയുള്ള അല്ലെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ നാളെ രാവിലെ ചെയ്താൽ പോരേന്ന് അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓർക്ക് ചെറിയൊരു എന്ത് വന്നോട്ടെ, ഓർക്കൊരു അറിയണ കാര്യമാണെന്നുണ്ടെങ്കിൽ കൂടി ഓർക്കൊരു ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വരികയാണെങ്കിൽ നല്ല കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നിങ്ങളൊക്കെ അത് ചെയ്യണവരാണെന്ന് എനിക്കറിയാം, എന്നാലും ഒരു ഓർമ്മപ്പെടുത്തൽ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് സിങ്കൊക്കെ നല്ല ക്ലിയർ ആക്കിയിട്ടതിന് ശേഷം ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ ആ ഒരു കാര്യം രാത്രിത്തെ ആ ഒരു കിച്ചൺ ക്ലീനിങ്ങിൽ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഇതുപോലെയാണ് കേട്ടോ നാളത്തെ ഒരു ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ മെനു ലിസ്റ്റ് റെഡിയാക്കി വെക്കുക. ഇതുപോലൊരു ബ്ലാക്ക് ബോർഡ് അടുക്കളയിലുണ്ട്. അപ്പോൾ അതിലാണ് എഴുതി റെഡിയാക്കി വെക്കൽ. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ആമസോൺ റിവ്യൂ MHS എന്ന് പറഞ്ഞിട്ട് അത് ഒരു റിവ്യൂ പർപ്പസിന് നമ്മൾ യൂട്യൂബിലേക്ക് വേണ്ടി കൊടുക്കാനുള്ളതാണ് കേട്ടോ, ഒരു കുർത്തീൻ്റെത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചതാണ്, മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഡെഡ് ലൈനാണ്, പെട്ടെന്ന് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ നന്ദുവിന് എക്സാം തുടങ്ങി, അപ്പോൾ അതിനുള്ള കുറച്ച് നോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് രണ്ടൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സ്നാക്ക്, ഡിന്നർ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തതാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വരുന്നത് ഗോതമ്പിൻ്റെ ദോശയും മസാലക്കറിയാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് ദോശയ്ക്ക് അങ്ങനെ വലിയ പ്രിപ്പൊന്നും വേണ്ട, മസാലക്കറി വേണം. പിന്നെ മസാലക്കറി വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ലഞ്ചിനും കൂടി മസാലക്കറി എടുക്കുക. പിന്നെ ലഞ്ചിന് ചമ്മന്തി, അതുപോലെ തന്നെ മാന്തലുണ്ടല്ലോ, മാന്ത എന്നൊക്കെ പറയാം, അത് ഫ്രൈയും ആണ്. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ആണ് ഞാൻ പ്രിപ്പ് ചെയ്ത് വെക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഈവനിങ് സ്നാക്കിൻ്റെ കാര്യമാണെങ്കിലും ഡിന്നറിൻ്റെ കാര്യമാണെങ്കിലും പിന്നെ നമ്മളെ കയ്യിൽ ടൈം ഉണ്ടല്ലോ. അപ്പോൾ രാവിലത്തെ ആ ഒരു സമയത്ത് ജഗപൊകയൊന്നും ഇല്ലാണ്ട് റിലാക്സ്ഡ് ആയിട്ട് കുക്കിംഗ് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ആ ഒരു ടൈം രാവിലത്തെ ആ ഒരു ടൈമിലാണ് ഞാൻ തീർക്കൽ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ പ്രിപ്പ് ചെയ്ത് വെക്കൽ. അപ്പോൾ അതനുസരിച്ചിട്ട് നാളത്തെ മെനു നോക്കിയിട്ട് അതനുസരിച്ചിട്ടാണ് എന്തൊക്കെ കാര്യങ്ങളാണ് മെനു കാണുമ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് അതിന് വേണ്ടി നമുക്ക് പ്രിപ്പ് ചെയ്യാനുള്ളതെന്ന്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പ്രിപ്പ് ചെയ്ത് വെക്കുന്ന കൂട്ടത്തിൽ ഇതാ തേങ്ങയൊക്കെ ഒന്ന് ചിരകി വെച്ച്, അങ്ങനെ കുറേ തേങ്ങേൻ്റെ ആവശ്യമില്ല, കുറച്ചൊന്ന് വറുത്തരയ്ക്കാനും അതുപോലെ തന്നെ ചമ്മന്തിക്കുള്ള തേങ്ങ മതി. അപ്പോൾ അതൊന്ന് കുറച്ച് ഒരു മുറി കുറച്ചും കൂടി ചിരയിക്കണം, ഒരു മുറിയുടെ കുറച്ചും കൂടി ചെറിയതാണ്. അപ്പോൾ അതൊന്ന് എടുത്തുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് ചെറിയ പാട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം നാളേക്ക് നമുക്ക് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ചെറിയുള്ളി ഒന്ന് തോല് പൊളിച്ച് വെക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇതൊക്കെ ഇപ്പം നാളെ ചെയ്താൽ പോരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ചെയ്താലും മതി. പക്ഷേ തലേ ദിവസം തന്നെ നമ്മൾ അടുത്തൊരു ദിവസത്തേക്ക് നമ്മളെ മൈൻഡിനെയും പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഉഷാർ എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി. ഇതിപ്പോൾ നാളെ ചെയ്താൽ പോരെ അങ്ങനെ ഒന്ന് പറഞ്ഞ് തള്ളാണ്ട് ഇതുപോലെ ഒന്ന് കുറച്ച് കാര്യങ്ങളെങ്കിലും, എല്ലാ കാര്യങ്ങളും അങ്ങനെ പ്രിപ്പ് ചെയ്യണമെന്നല്ല. ഇപ്പം വർക്കിംഗ് വുമൺസ് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് സമയം നിങ്ങൾക്ക് ആ ഒരു രാവിലെ സ്ട്രെസ് ഇല്ലാണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും. ഈ സ്ട്രെസ് ആയി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ആ ഒരു നമ്മൾ ചെയ്യണേൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് സ്ട്രെസ്ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് നമ്മൾ വിചാരിച്ച അത്ര അങ്ങോട്ട് കിട്ടില്ല. അതിപ്പോൾ കുക്കിങ്ങിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും. നേരെ മറിച്ച് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പ്രിപ്പൊക്കെ ചെയ്ത് വെച്ച് റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ ആ ഒരു സമയം കുക്ക് ചെയ്യുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ അതിൻ്റെ ആ ഒരു റിസൾട്ട് നമ്മൾ ആ ഒരു കുക്കിങ്ങിൽ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ വർക്കിംഗ് വുമൺസ് ആണ്, ബിസി വുമൺസ് ആണ്. ബിസി വുമൺസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ബിസി ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോഴത്തെ കാലത്തിൽ. അപ്പം സമയം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം പോരാ, കുറച്ചും കൂടി ടൈം എനിക്ക് വേണം എന്നുള്ള അങ്ങനെ തോന്നുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറിയുള്ളി നന്നാക്കലും കാര്യങ്ങളൊക്കെ അതൊക്കെ പറയുമ്പോൾ വലിയ എന്തൊക്കെയോ കാര്യങ്ങളാണെന്ന് തോന്നും. നമ്മൾ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ 2-3 ഒരു 5-6 ചെറിയുള്ളി എടുത്ത് കൊണ്ടുവന്ന് അതങ്ങോട്ട് തോലിറക്കുക എന്നുള്ളത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഇതിങ്ങനെ പറയുമ്പോൾ ഞാൻ അത് ചെയ്ത് അങ്ങനെ ചെറിയുള്ളി എടുത്ത് തോല് പൊളിച്ച് എന്നൊക്കെ പറയുമ്പോൾ എന്തോ വലിയ കാര്യമായിട്ടൊക്കെ തോന്നും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മീനുണ്ടേനെ കേട്ടോ. അപ്പോൾ അത് ഉച്ചക്ക് ആക്കിയ മീൻ കുറച്ചും കൂടി ഉണ്ടേനെ ഒന്ന് പെരക്കി വെക്കാൻ വേണ്ടി നാളത്തേക്കൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതൊന്ന് ഫ്രൈ ചെയ്തതല്ല, അതൊന്ന് എന്താ പറയുക മസാലയൊക്കെ ഒന്ന് തേച്ച് വെച്ച് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ പിന്നെ പൊരിക്കേണ്ട ആ ഒരു സമയമാകുമ്പോൾ എടുത്തിട്ട് നമുക്ക് വേഗം പൊരിക്കല്ലോ. അപ്പം അങ്ങനെ അതും അത് കഴിഞ്ഞപാട് പിന്നെന്താ ഇനിയിപ്പം നമുക്ക് മസാലക്കറിയാണല്ലോ നാളെ എന്ന് പറഞ്ഞത്. അപ്പം മസാലക്കറി ഉച്ചക്കത്തേക്കും എടുക്കാം, നമുക്ക് രാവിലെ മസാലക്കറി സാമ്പാർ അതൊക്കെ വെക്കുന്ന സമയത്ത് അങ്ങനെയാണ് കേട്ടോ. രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും കൂടി ഒരൊറ്റ കറിയും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ സംഗതി സെറ്റാണ്. അപ്പോൾ മസാലക്കറിക്ക് ഇവിടെ എന്തൊക്കെയാണ് ഈ എടുത്തു കൊണ്ടുവന്നത് നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് നമ്മളെ ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾ നമ്മളെ വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക് ഇങ്ങനെ കുറച്ച് ടെക്നിക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടിയാൽ മതി കേട്ടോ. മസാലക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാലക്കറിക്ക് പച്ചക്കായ ഇടും അബി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനുള്ള ഉത്തരം ഇല്ലാതായിരിക്കും ചിലപ്പം. പക്ഷെ ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള കുറച്ച് പച്ചക്കറിയൊക്കെ തീരാനായി വാങ്ങിയിട്ടില്ലേ കേട്ടോ. അപ്പം ഈ ഒരാഴ്ച ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഉള്ള പച്ചക്കറികളൊക്കെ വെച്ചിട്ട് ഒരു മസാലക്കറി പോലെ ആക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതിൻ്റെ പരിപാടിയിൽ കഷ്ണങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്ന് മുറിച്ചൊന്നും വെക്കണില്ല. ഇതുപോലെ വെള്ളത്തിൽ ഒന്ന് കഴുകി റെഡിയാക്കിയിട്ട് ഒന്ന് ഉപ്പിൻ്റെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം നമ്മൾ ഉരുളക്കിഴങ്ങാണെങ്കിലും പച്ചക്കായ ആണെങ്കിലും ഒന്നും അങ്ങനെ കറുത്തൊന്നും പോകില്ല കേട്ടോ. അങ്ങനെ നാളേക്കുള്ള കുക്കിങ്ങിൻ്റെ ഒരുവിധം പ്രിപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പെറുക്കൽ പരിപാടിയാണ്. അങ്ങനെ വലിയ കാര്യമായിട്ട് അങ്ങനെ കച്ചറയാക്കിയിട്ടുള്ള കുക്കിങ് ഞാൻ ചെയ്യലില്ല കേട്ടോ. കാര്യം വേറെ ഒന്നല്ല, എനിക്ക് തന്നെ മടിയുള്ളതുകൊണ്ടാണ്. പിന്നെ അതൊക്കെ വാരിപ്പെറുക്കി വെക്കണ്ടേ, നമ്മൾ തന്നെ വെക്കണ്ടേ, വേറെ ആരും വന്നതൊന്നും വാരിപ്പെറുക്കി വെക്കൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത സാധനങ്ങൾ കുക്കിങ്ങിൻ്റെ ഇടയിലാണെങ്കിലും എടുത്ത സാധനങ്ങളൊക്കെ പരിപാടി കഴിഞ്ഞാൽ അത് അന്നേരം തന്നെ അതിൻ്റെ സ്ഥാനത്തേക്ക് അങ്ങോട്ട് എടുത്ത് വെക്കും കേട്ടോ. അങ്ങനെ അതല്ലാണ്ട് കിടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ സ്ഥാനത്തേക്ക് അങ്ങോട്ട് എടുത്ത് വെച്ച് അടുക്കള ഈ ഒരു കോലത്തിലാണ് ഇപ്പം ഉള്ളത്. നമ്മൾ പാത്രം കഴുകി വെച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിപ്പോൾ നമ്മളെ ഡിന്നറൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് മേലുകളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതൊക്കെ റെഡിയായി വെള്ളമൊന്നും വാർന്ന് വരേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വാർന്ന് വന്നാൽ നമുക്ക് ഒന്ന് തുടച്ചിട്ട് കബോർഡിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം വൃത്തിയൊക്കെ ആയി കിടക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയിലേക്ക് വന്നത്. അതിൻ്റെ ഇടയ്ക്ക് പേട്ടനും മക്കളൊക്കെ TV കാണുന്നുണ്ടാവും. കുറച്ച് ആൾക്കാർ ഇപ്പം നന്ദുട്ടിനെ എഴുതാനുണ്ടെങ്കിൽ ഓൻ എഴുതുമായിരിക്കും. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എനിക്ക് ആ TV കാണുന്ന പരിപാടി വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഞാൻ ഫോണിൽ ഇങ്ങനെ തോണ്ടി നിൽക്കുക. ഈ ഒരു സമയത്ത് പ്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫേവറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് കാണാം. അതിൻ്റെ ബാക്കി ഇതുപോലെ പണികളൊക്കെ ഒന്ന് ഒതുങ്ങി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും ഡിന്നറൊക്കെ കഴിക്കണം. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് കുറച്ച് കാണാനുള്ള വാച്ച് ലൈറ്ററിലിട്ട് വെച്ച വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു തീർക്കുക എന്നുള്ള പരിപാടിയൊക്കെയാണ്. അതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് എന്താ പറയുക രാത്രിത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അടുക്കളയിലേക്ക് വന്നിട്ട് കുട്ടികളെ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള അതൊക്കെ ഒന്ന് എടുത്ത് ഇതുപോലൊരു കൊട്ടാന്ന് പറഞ്ഞാൽ എന്താ ഇതുപോലൊരു ബേസ് ഉണ്ടാവുമല്ലോ അങ്ങനെ ബേസിലാക്കിയിട്ടാണ് കേട്ടോ വെക്കുക. എന്നാൽ പിന്നെ ഇത് പരിധി നടക്കണ്ടല്ലോ. ഇതുപോലെ ചെറിയ കറിപ്പാത്രമൊക്കെ ഇങ്ങനെ കാണാണ്ടാകുമ്പോൾ രാവിലെ നമ്മൾ നെട്ടോട്ട് ഓടേണ്ടി വരും അല്ലേ. അപ്പോൾ അങ്ങനെ ഓടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും എല്ലാവരുടെ പാത്രങ്ങളും ഇതുപോലെ ഒരു വലിയൊരു ഇതുപോലെ ബേസിനിലൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു സമയത്ത് ഓടി നടന്ന് അത് കണ്ടുപിടിക്കാൻ ഓടി നടക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് നമുക്ക് എടുത്തിട്ട് വേഗം പാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും.
പിന്നെ നമ്മൾ മറന്നു പോകാണ്ട് രാത്രിത്തെ ആ ഒരു കിച്ചൺ ക്ലീനിങ്ങിൽ ഇപ്പോൾ രാത്രി ആവണമെന്നില്ല, രാത്രി ചില ആൾക്കാർ ഇതിന് മടിയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ഉച്ച സമയത്ത് നമ്മളെ പരിപാടികളൊക്കെ കഴിയല്ലോ, ലഞ്ചിൻ്റെ കാര്യങ്ങളും കുക്കിങ്ങും ഒക്കെ കഴിയണ സമയത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മളെ സ്ക്രബ്ബറൊക്കെ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഇതുപോലെ ചൂടാക്കിയതിന് ശേഷം ഒന്ന് വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ബാക്ടീരിയ ഏറ്റവും കൂടുതൽ നമ്മൾ അടുക്കളയിൽ ഏറ്റവും കൂടുതലുള്ള സംഗതി എന്ന് പറയുന്നത് ഈ ഒരു സ്ക്രബ്ബറിലാണ്. എപ്പോഴും നനഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി അതിലുള്ള കാര്യങ്ങളൊക്കെ ആവണതിനെ കൊണ്ട് തന്നെ ബാക്ടീരിയകൾ പെട്ടെന്ന് വരാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് ഈ സ്ക്രബ്ബർ. നമ്മൾ അധികം ആൾക്കാരും ഓർമ്മയുള്ള സംഗതി ആയിരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണെന്നുണ്ടെങ്കിൽ കൂടി ജസ്റ്റ് ഇതിൻ്റെ മുമ്പിൽ നമ്മൾ ഇന്ന് കണ്ണടക്കില്ല, അതൊരു രണ്ടാം പണിയല്ലേ ഒരു മടിപ്പണിയല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളൊരു ശീലാക്കി എടുക്കണം. അപ്പം ഞാനിത് രാത്രി ഈ ഒരു സമയത്താണ് കേട്ടോ ചെയ്യുക. ചിലപ്പോൾ ഉച്ചക്കൊക്കെ സ്ക്രബ്ബർ ഒന്ന് നല്ലോണം ഒന്ന് കഴുകി പിഴിഞ്ഞിട്ട് വെയിലത്ത് വെച്ച് ഉണക്കും. ഇതുപോലെ രാത്രി എല്ലാ സമയവും ഇതുപോലെ സ്ക്രബ്ബർ വെള്ളത്തിലിട്ടിട്ട് കുറച്ച് ചില ദിവസം ഞാൻ വിനാഗിരി ഉണ്ടാവല്ലോ, വിനാഗിരി ഒഴിക്കും. ചില ദിവസം നമ്മൾ ഉപ്പുണ്ടാവല്ലോ, ഉപ്പിട്ടിട്ടാണെങ്കിലും ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്ത് ഈ വെള്ളത്തിൽ തന്നെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ഗുണമില്ല. അങ്ങനെ ഇട്ട് വെക്കരുത്, ഈ ഒരു വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കാൻ പാടില്ല. ഇത് നല്ലോണം ഒന്ന് ആ ഒരു ചൂടൊക്കെ ആയി നല്ലോണം ചൂടായി തിളച്ച് വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മളെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ പോയ സമയത്ത് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് നല്ലോണം പിഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് അത് എടുത്ത് വെക്കണം കേട്ടോ. അല്ലാണ്ട് ഈ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് നാളെ അത് കഴുകി എടുക്കാമെന്ന് വിചാരിച്ചാൽ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ ഒരു ബാക്ടീരിയയൊക്കെ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി ചൂടാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് സ്ക്രബ്ബർ നല്ല രീതിയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഈ സാമ്പ്രാണി കത്തിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ സാമ്പ്രാണി തന്നെ കത്തിക്കണം, ഇങ്ങനെ പുകയൊന്നും അധികം നല്ലതല്ല നമുക്ക്. അപ്പോൾ അങ്ങനെ കത്തിക്കണം എന്ന് താല്പര്യമില്ലാത്തവരാണെങ്കിൽ അടുക്കളയിൽ ആ ഒരു രാത്രി സമയത്ത് നമ്മളെ പണികളൊക്കെ കഴിഞ്ഞാൽ ഒരു നല്ലൊരു മണം കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചില സമയം ഞാൻ അങ്ങനെയും ചെയ്യലുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പോ കല്ലുപ്പൊക്കെ ഉണ്ടെങ്കിൽ കല്ലുപ്പിലേക്ക് നമ്മളെ കംഫേർട്ട് ഉണ്ടല്ലോ കുറച്ച് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും, രാവിലെ വരെ ആ ഒരു മണം ഉണ്ടാവും കേട്ടോ. കംഫേർട്ട് ഉണ്ടല്ലോ നമ്മളെ ഫാബ്രിക് സോഫ്റ്റ്നർ അല്ലെങ്കിൽ ഫാബ്രിക് സോഫ്റ്റ്നർ അല്ലല്ലോ ഫാബ്രിക് എന്തെങ്കിലും ആട്ടെ, ഇനിയിപ്പോൾ അതിൻ്റെ അഡ്രസ്സ് തരാൻ പോകേണ്ട സംഗതിയൊക്കെ മനസ്സിലായില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ വയ്യാലെ പോയിട്ട് അത് വണ്ടിയും വിലയാവും. അപ്പോൾ അങ്ങനെ പോകണ്ട, നമുക്ക് സംഗതിയൊക്കെ പിടിയിട്ടില്ല. അതന്നെ നമ്മളെ കംഫർട്ട് എടുത്ത് കഴിഞ്ഞിട്ട് അത് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിലോ ഒക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മണമായിരിക്കും കേട്ടോ. രാവിലെയൊക്കെ അതേ ഫ്രഷായിട്ട് നിൽക്കും, ഒരു നല്ല ഫ്രഷ് ഫീലായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സാമ്പ്രാണിയൊക്കെ കത്തിച്ച് വെച്ചാൽ അതിൻ്റെ മണമൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഈ സാമ്പ്രാണി കത്തിച്ച് വെച്ചിട്ടുള്ള വേസ്റ്റ് മൊത്തം നമ്മൾ അടുക്കളയിൽ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അപ്പോൾ എന്താക്കണം, വേസ്റ്റ് കൊണ്ടുപോയിട്ട് പുറത്തേക്ക് കൊണ്ടുപോയിട്ടാളാ എന്നുള്ളതാണ്. അതിപ്പോൾ കണ്ടത്തിലേക്ക് പോയിട്ട് ഇനിയിപ്പോൾ പല പാമ്പും കടിച്ച് അവിടെ കിടക്കേണ്ടി വരും. അപ്പോൾ അതിന് നിൽക്കണ്ട, ജസ്റ്റ് നമ്മളെ വീടിൻ്റെ പുറത്ത് തന്നെ ഒരു ബക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വലിയൊരു പാത്രം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയൊരു പാത്രം എപ്പോഴും നമ്മൾ അടുക്കളയിൽ വേസ്റ്റ് ബിന്നായിട്ട് വെക്കുക. അവിടെ വലിയൊരു പാത്രം വെച്ച് കഴിഞ്ഞാൽ അത് നിറയണ വരെ ആ ഒരു സ്മെല്ലും ആ ഒരു വേസ്റ്റൊക്കെ നമ്മൾ അടുക്കളയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അടുക്കളയിൽ എപ്പോഴും സിങ്കിൻ്റെ അടുത്ത് ചെറിയൊരു വേസ്റ്റ് ബോക്സ് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നിറയും. ചെറുത് വെക്കുമ്പോൾ അത് പെട്ടെന്ന് നിറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൊണ്ട് ഒഴിവാക്കും. അപ്പോൾ അത് കുറേ നേരം നമ്മൾ അടുക്കളയിൽ ആ ഒരു വേസ്റ്റ് നിൽക്കില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ രാത്രി സമയത്ത് ഒന്ന് പുറത്ത് നമ്മളെ വീടിൻ്റെ കുറച്ച് സ്റ്റെപ്പിൻ്റെ അടുത്തായിട്ട് കുറച്ച് വലിയൊരു ബോക്സ് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഈ ഒരു അടുക്കളയിലുള്ള ഈ ഒരു വേസ്റ്റിനെ നമുക്ക് വേഗം കൊണ്ട് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അടുക്കള നല്ല നീറ്റായിട്ട് ആ ഒരു എന്താ പറയുക ഒരു ചീത്ത പൊട്ട മണമൊന്നുമില്ല സ്മെല്ലൊന്നും ഇല്ലാണ്ട് ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അടുത്തൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് നമ്മളെ തീരാനുള്ള സാധനങ്ങൾ, തീർന്നു പോകുന്ന സാധനങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് റീഫിൽ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാനിതാ എൻ്റെ കുക്കിങ്ങിൻ്റെ ടൈമിൽ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ കുക്കിങ്ങിൻ്റെ ടൈമിൽ കുക്ക് ചെയ്യണതിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമുക്ക് കയ്യെത്തുന്ന ദൂരത്ത് കാര്യങ്ങളൊക്കെ ഇതുപോലെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുക്കിങ്ങിൻ്റെ ടൈമിൽ പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാനും പറ്റും. വേഗം എടുത്തു കഴിഞ്ഞാൽ ഉപയോഗം കഴിഞ്ഞാൽ തിരിച്ച് വേഗം അവിടേക്ക് വെക്കാനും പറ്റും. അപ്പം ആ ഒരു കുക്കിങ്ങിൻ്റെ ആ ഒരു സമയത്ത് വലിയൊരു ക്ലട്ടർ ഇല്ലാണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുന്നുള്ളതാണ് കേട്ടോ. ആ ഒരു ക്ലീനിങ് ലാസ്റ്റ് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ക്ലീനിങ്ങിൻ്റെ സമയത്ത് വലിയൊരു തലവേദന ഇല്ലാണ്ട് ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വേഗം ചെയ്ത് തീർക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ വിസിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ റീഫിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പെട്ടെന്ന് റീഫിൽ ചെയ്ത് അതിൻ്റെ സ്ഥാനത്തേക്ക് എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അടുക്കളയിൽ കുക്കിങ്ങിൻ്റെ സമയത്തായിരിക്കും എന്തെങ്കിലും എടുക്കുന്ന സമയത്ത് മസാലപ്പൊടികളോ എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ കുക്കിങ്ങിൻ്റെ സമയത്ത് എടുക്കുമ്പോൾ ആ ഒരു സാധനം തീർന്ന് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മളെ പകുതി മൂട് അവിടെ പോകില്ലേ. അപ്പോൾ പകുതി മൂട് പോകുന്നത് മാത്രമല്ല ഈ അത് നിറയ്ക്കാൻ വേണ്ടിയുള്ള നിൽക്കുന്ന സമയം കൊണ്ട് ഈ അടുപ്പത്ത് വെച്ച സാധനം കഴിഞ്ഞ് അത് വേറെ വയ്ക്കുമ്പോൾ അപ്പോൾ അതിനൊന്നും നിൽക്കാണ്ട് ഇതുപോലെ രാത്രി തന്നെ അതൊക്കെ ഒന്ന് നോക്കി അതിനൊക്കെ മാക്സിമം ഒരു 10 മിനിറ്റ് ഒക്കെ ധാരാളമാണ് കേട്ടോ. മാക്സിമം ഒരു 10 മിനിറ്റ് അതൊക്കെ ധാരാളമാണ് ആ ഒരു സമയം. ആ ഒരു സമയത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതുപോലെ കാര്യങ്ങളൊക്കെ നമുക്ക് റീഫിൽ ചെയ്യാനുള്ളതൊക്കെ വേഗം എടുത്ത് റീഫിലൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സംഗതി സെറ്റായി ഫ്രഷായിട്ട് നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ സംഗതി നിസ്സാരമായിട്ട് കാണണ്ട, ഒന്ന് ചെയ്ത് നോക്കിയാലേ ഇതിൻ്റെ ഗുണങ്ങൾക്ക് മനസ്സിലാവുള്ളൂ.
അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് രാത്രി തന്നെ ഇതുപോലെ റീഫിൽ ചെയ്യാനുള്ളതൊക്കെ ഒന്ന് റീഫിൽ ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ലാസ്റ്റ് കലാശക്കൊട്ട് പരിപാടിയാണ് ഗ്യാസ് സ്റ്റവ് ഒന്ന് തുടച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മളെ പുതിയ ഗ്യാസ് സ്റ്റവ് ആണ്. നമ്മളെ പുതിയ ആളെ നമ്മൾ എന്താ പറയുക, ഈ പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നുള്ള പഴഞ്ചൊല്ലില്ലേ, അല്ല പഴഞ്ചൊല്ല് ഇപ്പോൾ ഞാൻ എന്തിനാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ സംഗതി ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പുതിയ സാധനം നമ്മളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണല്ലോ, തൊട്ട് പിടിച്ച് അവിടെ തുടച്ച് ഇവിടെ തുടച്ച്, ആരും തൊടിയിപ്പിക്കൂല. നന്ദൂട്ടൻ എപ്പോഴും എന്നെ പറഞ്ഞ് കളിയാക്കണ സംഗതിയാണ് കേട്ടോ. എന്തെങ്കിലും അമ്മക്ക് പുതിയൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ ആർക്കും തൊടാനും പറ്റില്ല, തുടയ്ക്കാനും പറ്റില്ല, തൊട്ടാലും കുറ്റം പിടിച്ചാലും കുറ്റം ഒക്കെ കുറ്റാണ് ഈ അമ്മക്കെന്ന് പറയും. അതിൻ്റെ ഒരു സൂക്കടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ മിനുക്കി കൊണ്ടെടുക്കുക. അത് മാക്സിമം 1 മാസം, ചിലപ്പോൾ 2 മാസമൊക്കെ അത്രേ പോവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ശങ്കര പിന്നെയും തെങ്ങുമ്പോൾ തന്നെ എന്ന് പറഞ്ഞ പോലെ അവസ്ഥയിലാവും. അത് വേറെ കാര്യം. എന്നാലും ഈ ഗ്യാസ് സ്റ്റവ് നമ്മൾ രാത്രി ഇതുപോലെ നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതിപ്പം പുതിയതായതുകൊണ്ട് കുറച്ചും കൂടി ഒരു ടൈം എടുത്ത് ഒന്നും കൂടി ഒരു മിൽക്കൽ പരിപാടി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രാത്രിത്തെ ഈ ഒരു ഗ്യാസ് സ്റ്റവിൻ്റെ ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ അടിഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്യും. കുറച്ചൊന്ന് പൊന്തിച്ചിട്ട് അതിൻ്റെ അടിഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്യുന്നുള്ളതാണ് കേട്ടോ. എന്തെങ്കിലും അഥവാ മെഴുക്കൊക്കെ, എന്തായാലും മെഴുക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിഭാഗത്തുണ്ടാവും. അപ്പോൾ അത് കുറേ കഴിഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് ആ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഫുൾ അവിടെ പിടിച്ച് ഒരു വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. അപ്പോൾ അതിനേക്കാളും നല്ല അവിടുന്ന് സ്മെല്ല് വരാൻ തുടങ്ങും. നമ്മൾ വിചാരിക്കാതെ നമുക്ക് പെട്ടെന്ന് ആ ഒരു സ്മെല്ല് മനസ്സിലാവില്ല. വേറൊരാൾ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോഴായിരിക്കും ആ ഒരു സ്മെല്ല് മനസ്സിലാവുക. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഗതി നമ്മൾ രാത്രി സമയത്ത് എല്ലാ പ്രാവശ്യം കുക്ക് ചെയ്യുമ്പോൾ ഇതിങ്ങനെ പൊന്തിച്ച് തുടയ്ക്കണ കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് പറ്റിക്കൊള്ളണം എന്നുണ്ടാവില്ല. പക്ഷേ രാത്രി സമയത്ത് ഇത് കുക്ക് ചെയ്യണ ഇത് ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്യണ സമയത്ത് അതിൻ്റെ താഴ്ഭാഗം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് പൊന്തിച്ചിട്ട് ഒന്ന് താഴ്ഭാഗം കൂടി ഒന്ന് സ്ക്രബ് ചെയ്ത് അവിടെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക, അടുക്കളക്ക് ആ ഒരു നല്ലൊരു ആ ഒരു സ്മെല്ലിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യണ സമയത്തുള്ള ആ ഒരു വൃത്തി ആക്കണ ആ ഒരു സമയത്താണെങ്കിലും നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ലാസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ചവിട്ടിയൊക്കെ എടുത്തൊന്ന് കുടഞ്ഞ് ഇതുപോലെ ഒന്ന് അടുക്കളയിൽ നിന്ന് അടിച്ച് വാരിടുക എന്നുള്ളതാണ് കേട്ടോ. ചില സമയം അധികം കച്ചറ ആയെന്നുണ്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചില സമയം ഒരു മോപ്പെടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് തുടച്ചു വിടലുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്തായാലും അടിച്ച് വാരിടാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു അടിച്ച് വാരലും കൂടി അങ്ങോട്ട് കഴിഞ്ഞ്. അപ്പോൾ ഇതാണ് ഈ ഒരു അടുക്കളേൻ്റെ അവസ്ഥ. പിന്നെ ഈ ഗിംബലും കൂടി ഇവിടെ അങ്ങോട്ട് പ്രതിഷ്ഠിച്ച് കഴിഞ്ഞാൽ എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് നാളെ എന്തായാലും ഒരു മോർണിംഗ് റൊട്ടീൻ വീഡിയോ എടുക്കണമെന്നുണ്ട്. അപ്പോൾ എൻ്റെ ആ ഒരു മടിയും ഉണ്ടാവില്ല. ഈ മോർണിംഗ് റൊട്ടീനൊക്കെ ആവുമെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ആ ഒരു സമയത്ത് വീഡിയോ എടുക്കണം എന്നുള്ള ആ ഒരു മൂഡ് വന്ന് കിട്ടാൻ കുറച്ച് പാടാണ്. ആ ഒരു മൂഡ് വന്നാലാണ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ റെഡി ആവുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഗിംബൽ ഇവിടെ ഇങ്ങനെ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ ഒരു പുഷ് ചെയ്യണ പോലെയാണല്ലോ. വീഡിയോ എടുക്കണം എന്തായാലും എന്നുള്ള ആ ഒരു രീതിയാണല്ലോ. അപ്പോൾ പുഷ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടമില്ലാണ്ട് ചെയ്യണതല്ല കേട്ടോ, ഇഷ്ടത്തോടെ ചെയ്യണത് തന്നെയാണ്. പക്ഷെ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗിംബൽ ആ ഒരു കാണുന്ന ഭാഗത്ത് തന്നെ അടുക്കളയിലൂടെ കൊണ്ടുപോയി വെച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ ലാസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഗ്യാസൊക്കെ ഒന്ന് സിലിണ്ടറിൽ നിന്നൊക്കെ ഒന്ന് ഓഫാക്കി ഇതുപോലെ സെക്യൂർ ആണെന്നൊക്കെ നോക്കി എല്ലാം ഓഫാക്കി റെഡിയാക്കി സെറ്റാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഒരു നൈറ്റിലെ ആ ഒരു കിച്ചൺ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ നാളത്തേക്കും നമ്മളെ മനസ്സുകൊണ്ടും അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യാനുള്ള അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരുവിധം സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു അടുത്തൊരു ദിവസം എന്ന് പറയുന്നത് നമ്മൾ കാത്തിരുന്ന് വരുന്നൊരു ദിവസം പോലെ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്താ ഒരു ആവർത്തന വിരസതയാണല്ലോ, അങ്ങനെയല്ലേ പറയുക. നമ്മളെല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇനിയിപ്പോൾ രാവിലെ എണീറ്റ് ഇതന്നെയല്ലേ ചെയ്യേണ്ടത്, രാവിലെ എണീക്കുക, കുക്ക് ചെയ്യുക, ഭക്ഷണം കൊടുക്കുക, കുട്ടികളെ നോക്കുക, ഇതന്നെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. പക്ഷേ ഇതുപോലെ നമ്മൾ മനസ്സിനെ ഒരുക്കി വെക്കുക, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നാളേക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കിച്ചണിലാണെങ്കിലും ഒരുക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് കുക്ക് ചെയ്യണ സമയത്താണെങ്കിലും നമുക്കത് എന്താ പറയുക നല്ലൊരു കാര്യമാണ്, ഈസിയാണ്. ഇപ്പോൾ പെട്ടെന്ന് കുക്കിംഗ് തീരും. അതിൻ്റെ കൂടെ തന്നെ നാളത്തെ ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഉഷാറൊന്ന് വേറെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. എൻ്റെ ഒരു രാത്രിയിലെ ഒരു ക്ലീനിങ് റൊട്ടീനും അതുപോലെ തന്നെ കിച്ചൺ റൊട്ടീനും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി, എല്ലാവരും ചെയ്യണ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ചെയ്യാൻ മടിച്ച് നിൽക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഓർമ്മപ്പെടുത്തൽ പോലെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഗുണങ്ങളുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫ് വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ